Good morning dear students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ സെക്ഷനിലെ നമ്മൾ P5 വരെ പറഞ്ഞു വെച്ചത്. ദെൻ P6, P7, P8 അല്ലേ, ഈ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അവസാനത്തെ ഈ 3 പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. P6 എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2a f of x dx-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റാക്കി എഴുതാൻ പറ്റും. 0 to 2a നമുക്ക് 0 to a f of x dx എന്നും, ദെൻ അടുത്ത 0 to a-നെ f of 2a minus x dx എന്നാക്കി എടുക്കുക. ഈ 2a എവിടുന്നാണ് വന്നത്? നമ്മളെ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ്റെ 2a ആണ്. അപ്പോൾ 0 ഒന്ന് 2aയിലേക്കുള്ള ആ ഒരു ഇൻ്റർവെല്ലിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, 0 to a എന്നാക്കുന്നു, ദെൻ അതേ ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, പ്ലസ് വീണ്ടും 0 to aയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. എവിടെ നിന്ന്? ഫംഗ്ഷൻ എങ്ങനെ? f of 2a minus x dx. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഇൻ്റഗ്രേഷൻ എന്തില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 2 പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് P7ഉം P8 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. P7 എന്ന് പറഞ്ഞത് ഇൻ്റഗ്രൽ 0 to 2a f of x dx-ന് 2 വാല്യൂ ഉണ്ട്. ആ 2 വാല്യൂ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ വാല്യൂ എന്താണ്? 0 to a f of x dx തന്നെയാണ്. f of 2a minus x-ൻ്റെ വാല്യൂ f of x തന്നെയാണെങ്കിൽ അത് വീണ്ടും എന്തായിട്ട് മാറും? 0 to a f of x dx ആയിട്ട് മാറും അല്ലേ? ഇവിടെ 0 to a f of x dx ആയിട്ട് മാറും. അപ്പോൾ 0 to a f of x dx പ്ലസ് 0 to a f of x dx എന്തായിട്ട് മാറും? 2 into 0 to a f of dx ആയിട്ട് മാറും. അപ്പോൾ നോക്കുക, 0 to 2a f of x dx-നെ നമുക്ക് 2 into ഇൻ്റഗ്രൽ 0 to a f of x dx ആക്കി എഴുതാൻ പറ്റിയപ്പോൾ f of 2a minus x എന്തെന്നാവുക? f of x എന്നാവുക. ഇനി അത് 0 എപ്പോൾ f of 2a minus x മൈനസ് f of x ആവുകയാണെങ്കിൽ, ഇത് മൈനസ് f of x ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെ ലിമിറ്റ്സ് എന്താണ്? സെയിം ആണ്. f of x മൈനസ് f of x എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ? അതാണ് ഇവിടെ. അപ്പോൾ ഈ P6 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? P7ലേക്ക് എത്തുന്നത്. P7ൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ f of 2a minus x f of x ആവുകയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെ ആക്കി എഴുതാൻ പറ്റും? 2 into 0 to a, ഇതിന് പകുതി 0 to a f of x dx ആക്കി എഴുതാൻ പറ്റും. ഇനി f of 2a minus x മൈനസ് f of x ആണെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കുക? ആ തന്നിട്ടുള്ള ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് കൊടുക്കുക. കൂടുതലൊന്നും സോൾവ് ചെയ്യേണ്ട. ഇനി അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു സിമ്മട്രിസിറ്റി കൂടെ പറയുകയാണ്. മൈനസ് a to a അല്ലേ, ഇതിൻ്റെ ഇൻ്റഗ്രൽ വിഡ്ത്ത് എന്താ വരിക? ഡിസ്റ്റൻസ് എന്താ വരിക? 2a ആണ് അല്ലേ? 0 to 2a എന്നതിൻ്റെ ഡിസ്റ്റൻസും മൈനസ് a to aയിലെ ഡിസ്റ്റൻസും എന്താണ്? 2a ആണ് അല്ലേ? a പ്ലസ് a 2a ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള ഇൻ്റഗ്രൽ ഈ ഫോം ആണെങ്കിൽ മൈനസ് a to a f of x dx ആണെങ്കിൽ, f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 0 to a f of x dx എന്ന ഇൻ്റഗ്രേഷൻ കണ്ടിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ഇനി തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈവൻ ആണോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? f of മൈനസ് എക്സ് ഈക്വൽ ടു f of x ആയാൽ മതി. f of മൈനസ് എക്സ് എന്താണ്? f of x ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനാണ്. അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. മൈനസ് a to a ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഇൻ്റഗ്രേഷൻ 2 into 0 to a f of x dx കണ്ടുപിടിച്ചാൽ മതി. ദെൻ മൈനസ് a to a f of x dx ഈക്വൽ ടു 0 ആവും എപ്പോഴും
ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആവാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നിട്ടുള്ള ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുക. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കണ്ടീഷൻ മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെ ഓഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? എഫ് ഓഫ് മൈനസ് എക്സ് എന്താവുക? മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈവൻ ആവണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആവണം. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൾ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ്റെ മൈനസ് എ ടു എ ഇൻ്റഗ്രൽ എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. P7 ഉം P8 ആണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് നമ്മൾ മുന്നേ പഠിച്ച P4 ഉം P5 ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ ആ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 0 to π/2 log sin x dx. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? അത് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, 0 to π/2 log sin x dx. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ P5 ആണോ അല്ലേ? P5 ഫോമല്ലേ 0 to π/2 അല്ലേ? അപ്പോൾ P5 ഫോമിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ഉണ്ട്, സൈൻ π/2 മൈനസ് എക്സ് ആരാണ്? കോസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ P5ലേക്ക് നമ്മൾ ഇതിനൊന്ന് കണക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ തന്നിട്ടുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നോക്കാം, തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റിനെ എന്ത് ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? I ഈക്വൾ ടു 0 to π/2 log sin x dx ഈക്വൾ ടു ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ആക്കുക. ഇനി ഇൻ്റഗ്രൽ നമുക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാം അല്ലേ? ഇൻ്റഗ്രൽ 0 to π/2 P5 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P5 എന്താ? ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നാക്കി എഴുതാൻ പറ്റും അല്ലേ? അതാണ് P5 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അതിലാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 to π/2 ലിമിറ്റ് ചേഞ്ച് ഇല്ല. ലോഗ് സൈൻ ഓഫ് π/2 മൈനസ് എക്സ് dx. log sin x π/2 മൈനസ് എക്സ്. സൈൻ π/2 മൈനസ് എക്സ് ആരാണ്? കോസ് എക്സ് ആണ്. സോ 0 to π/2 log കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുക്കും അല്ലേ? P5 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും P4 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1 ഉം 2 ആണ് എടുക്കാറ്. 1 ഉം 2 ആഡ് ചെയ്ത് നോക്കാം. 1 ഉം 2 ആഡ് ചെയ്താൽ log a പ്ലസ് log b. log a പ്ലസ് log b ആരാണ്? log a b ഫോമാണ് അല്ലേ? സോ നമ്മൾ I ആണത്. ദെൻ 2i ഈക്വൾ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് 2 ഇംപ്ലൈസ് 2i ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 to π/2 log a പ്ലസ് log b. നമുക്ക് എന്ത് കൊടുക്കാം? log a b എന്ന് കൊടുക്കാം. log sin x ഇൻറ്റു കോസ് എക്സ് എന്ന് കൊടുക്കാം ഡി എക്സ്. ഇപ്പോൾ ലോഗിൻ്റെ ഉള്ളിലാണ് സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? സൈൻ എക്സ് കോസ് എക്സിൻ്റെ റിസൾട്ട് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യില്ല. പക്ഷെ നമുക്കറിയാം 2 sin x cos x ആരാണ്? sin 2x ആണെന്നറിയാം. അപ്പോൾ നമുക്ക് 2 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യണം? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്താണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? സൈൻ log a പ്ലസ് log b log a b ഫോമിൽ കിട്ടുന്നു. ദെൻ എനിക്ക് വേണ്ട റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ആയിട്ട് ഡിവൈഡ്. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടിയത് റിസൾട്ട് തന്നെയാണ്. അപ്പോൾ 2 sin x cos x എന്താണ്? sin 2x ആണ്. 2i is equal to integral 0 to π/2 log sin 2x/2 dx എന്നായിട്ട് മാറി. നമുക്കറിയാം log a/b ഫോമാണ്.
ലോഗ് എ ബൈ ബി വെച്ച് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. സോ അതും കൂടി ഞാൻ ഇവിടെ വരുത്താണ്, നമുക്ക് സ്പേസ് ഇല്ല. സോ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാക്കുമ്പോൾ ലോഗ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്തായിട്ട് മാറും? സൈൻ 2x ആയിട്ട് മാറും. മൈനസ് ലോഗ് ബി ആരാണ്? ലോഗ് 2 dx എന്നാക്കി മാറ്റി. അപ്പോൾ ഈ ടേമാണ് എന്തായിട്ട് മാറിയത്? ഈ ടേം സൈൻ 2x ആണ്. സോ ലോഗ് എ മൈനസ് ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി ആയിട്ട് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. പ്രോപ്പർട്ടി പ്രകാരം 0 to π/2 ലോഗ് സൈൻ 2x dx മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് 2 dx. ലോഗ് 2 ആരാണ്? കോൺസ്റ്റൻ്റ് ആണല്ലേ. ലോഗ് 2 കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലോഗ് സൈൻ 2x dxഉം ലോഗ് സൈൻ എക്സ് ഡി എക്സ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ അല്ലേ. ഇവിടെ 1x ആണ്, ഇവിടെ 2x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ഇത്രയേ ഉള്ളൂ. പുട്ട് t = 2y ആണ്. t = 2x എന്ന് കൊടുക്കാം. ദെൻ dt = എന്തെന്ന് വരും? 2 dx എന്നായിട്ട് മാറും അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രം പോരാ, നമുക്ക് ലിമിറ്റ് ഉണ്ട്, അതും കൂടി അപ്ലൈ ചെയ്യണം അല്ലേ. when x = 0 t = എന്തായിട്ട് മാറും? ടിയുടെ വാല്യൂ എന്തായിട്ട് മാറും? 2 × 0 0 അല്ലേ. then x = π/2 implies t = എന്തെന്ന് വരും? 2 π/2 2 കട്ട് ചെയ്ത് പോയി t = എന്തെന്ന് വരും? π എന്ന് വരും. അപ്പോൾ നമ്മളെ ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്തു? ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ രീതി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം. 2i = ഇൻ്റഗ്രൽ 0 to π/2 എന്തായിട്ട് മാറും? 0 to π ആയിട്ട് മാറും. ലോഗ് സൈൻ 2x എന്തായിട്ട് മാറും? t ആയിട്ട് മാറും. ദെൻ dx എന്തായിട്ട് മാറും? dt/2 ആയിട്ട് മാറും അല്ലേ. dx എന്തായിട്ട് മാറും? dt/2 ആയിട്ട് മാറും. മൈനസ് ലോഗ് 2 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് 2 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ dx ആണ്. ഇൻ്റഗ്രൽ dxൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? x ആണ്. സോ ഞാനത് ഇൻ്റഗ്രേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. x 0 to π/2 അതിൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി ഈ ടേം ഞാനിവിടെ ചെയ്യാണ്, കുറച്ച് ലെങ്തിയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1/2 പുറത്തെടുക്കാം അല്ലേ. 1/2 പുറത്തെടുക്കാം. ദെൻ നമ്മൾ P1 ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രകാരം ഇവിടെ ടി ആണ്, ഇവിടെ ഡി ടി ആണ്. സോ ഇവിടെ ടിക്കും ഡി ടിക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും വേരിയബിൾ ചേഞ്ച് ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ. നമ്മൾ P1 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം ഇവിടെ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മാറ്റമൊന്നും വരുന്നില്ല. സോ ഇവിടെ ടിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതൊന്ന് നല്ല വൃത്തിയിൽ എഴുതാണ്. 2i = ഇൻ്റഗ്രൽ ഹാഫ് അല്ലേ. ഈ ഹാഫാണ്. ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ ടിന് ഞാൻ എന്തെന്ന് കൊടുത്തു? സൈൻ എക്സ് ഡി എക്സ് എന്ന് കൊടുത്തു. ഒക്കെ എന്താണ്? ഒരേപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. മൈനസ് ഇവിടെ എന്ത് വരും? π/2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോഗ് 2 × π/2 -0 എന്ന് വരും അല്ലേ. ഈ ടേം നോക്കാം. ഇനിയാണ് നമ്മൾ P7 ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 0 to π ആണ് അല്ലേ. ഈ 0 to π നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0 to 2a എന്ത് ചെയ്താൽ 2a ഹാഫ് ആരാണ്? a ആണ് അല്ലേ. 0 to 2a നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? f(2a - x) f(x) ആവുകയാണെങ്കിൽ 2 × 0 to 2a ഹാഫ് a 0 to a f(x) dx ആക്കി മാറ്റും. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഓഫ് π - x വാല്യൂ എന്താന്ന് നോക്കാം അല്ലേ.
സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ആരാ? നമ്മളെ ട്രിഗ്നോമെട്രി പ്രകാരം സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെയാണ്. സോ നമ്മൾ ഈ പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് പൈ മൈനസ് എക്സ് എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? P7 പ്രകാരം നമുക്ക് ഇതിനെന്ത് ചെയ്യാം? 2 × 0 to π½ π/2 എന്ന് അപ്ലൈ ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഇവിടെ ചെയ്യാൻ പോണത് ഇത്രയേ ഉള്ളൂ. ഹാഫ് ഓൾറെഡി ഉള്ള ഹാഫാണ്. 2 × 0 to π-നെ 0 to π-നെ 2 × 0 to π/2 log sin x dx എന്ന് കൊടുക്കാം. കാരണം എന്താണ്? P7 ആണ്. സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? സൈൻ എക്സ് ആയതുകൊണ്ട് പ്രോപ്പർട്ടി പ്രകാരം സൈൻ ഓഫ് പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആയതുകൊണ്ട് 0 to π നമുക്ക് എന്തെന്ന് മാറ്റാൻ പറ്റും? ആ ഇൻ്റർവെലിന് 2 × 0 to π/2 log sin x dx എന്ന് കൊടുക്കാം. ഇവിടെ നമ്മളെ റിസൾട്ടിൽ π/2 log 2 എന്നുണ്ട്. ഇവിടെ നോക്കാം, 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. ഈ ടേം ആരാ? 0 to π/2 log sin x dx. ഇതാരാ? I ആണല്ലേ. ഇതെന്തായിട്ട് മാറും? I ആയിട്ട് മാറി. 0 to π/2 log sin x dx എന്തായിട്ട് മാറി? I ആയിട്ട് മാറി. സോ 2i is equal to I minus π/2 log 2 ആയിട്ട് മാറി. ദെൻ ഈ ഐനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ത് വരും? 2i minus I. ഇതെന്തായിട്ട് മാറി? 2i equal to I minus log π/2 log 2 ആണ്. ഈ അതിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2i minus I എന്നാ കിട്ടുള്ളൂ. 2i minus I equal to minus π/2 log 2 is the answer. അപ്പോൾ നോക്കാം, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. നമ്മൾ ആ 5th പ്രോപ്പർട്ടി പ്രകാരമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 5th പ്രോപ്പർട്ടി പ്രകാരം ഇൻ്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? π/2 മൈനസ് എക്സ് എന്ന് മാറ്റുന്നു. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്പർ 1 ആക്കി മാറ്റുന്നു. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്ത്? P5 പ്രകാരം ഇൻ്റഗ്രൽ ലോഗ് സൈൻ π/2 മൈനസ് എക്സിലേക്ക് കൊടുക്കുന്നു. π/2 മൈനസ് എക്സ് ആരാണ്? കോസ് ആണ്. ദെൻ ലോഗ് a+b ഫോമാണ്. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ആഡ് ചെയ്യുന്നു. ലോഗ് a പ്ലസ് ലോഗ് ബി ഫോമാണ്. ലോഗ് ab എന്നായി. സൈൻ എക്സിൻ്റെ കോസ് എക്സ് നമുക്ക് അറിയില്ല, പക്ഷെ 2 sin x cos x എന്താണെന്ന് അറിയാം. അതെന്താണ്? സൈൻ 2x ആണെന്നറിയാം. സോ നമ്മൾ 2 ഇവിടെ അപ്ലൈ ചെയ്യുന്നു. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലോഗ് a/b ആയി മാറി. ലോഗ് a/b ആണ്. ലോഗ് a മൈനസ് ലോഗ് ബി ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇൻ്റഗ്രേഷൻ 2 ടേമിന് കൊടുത്തു. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. നമുക്ക് തന്നിട്ടുള്ളതിന് നമ്മൾക്ക് ഇവിടെ ഒരു ഐയിലേക്ക് നമ്മൾ എത്തിച്ചില്ലേ, അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളോട് 2xനെ നമ്മൾ എന്തിലെ ടിയിലേക്ക് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഇൻ്റർവെല്ലിന് ചേഞ്ച് മനസ്സിലാക്കി. എന്നിട്ട് നമ്മളത് ചെയ്തപ്പോൾ നമ്മൾ ആ P7 പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണെന്നറിയാം. ആ പ്രോപ്പർട്ടി പ്രകാരം നമ്മളതിനെ 0 to π-നെ 2 × 0 to π/2 ആക്കി മാറ്റി. സോ നമുക്ക് അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ തന്നിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് തന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഫംഗ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ അതിലേക്ക് കൊടുത്തു. ഐയുടെ വാല്യൂ -π/2 log 2. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക.